കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായ ഇന്ത്യാന ജോൺസ് നാസി പട്ടാളക്കാരുടെ കയ്യിൽ പെടുകയാണ്. ഇന്ത്യയും കൊണ്ട് പട്ടാളക്കാർ നാസി ആർമി ജനറലിന്റെ മുന്നിലേക്കാണ് വരുന്നത്. ആർമി ജനറൽ, നിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഇന്ത്യയോട് ചോദിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് ഇന്ത്യ പറയും. ഇവനെ കൊണ്ടുപോയി തൂക്കി കൊന്നേക്കാൻ ജനറൽ ഓഫീസേഴ്സിനോട് പറയും. എന്നാൽ ഇതേ സമയം നാസി ആർമി മോഷ്ടിച്ചു കൊണ്ടുവന്ന വളരെ വിലപിടിപ്പുള്ള ഒരു കത്തി ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കുകയാണ് ഡോക്ടർ സ്മിത്ത്. അപ്പോഴേക്ക് നാസി ആർമി ജനറൽ അങ്ങോട്ടേക്ക് വന്ന് ഇതെല്ലാം ട്രെയിനിൽ കയറ്റി എത്രയും പെട്ടെന്ന് ബെർലിൻ എത്തിക്കണമെന്ന് അവരോട് പറയും. എന്നാൽ ഇതേ സമയം അവിടെ ഒളിച്ചിരുന്ന ഇന്ത്യയുടെ ഫ്രണ്ട് ഷായെ നാസി പട്ടാളക്കാർ സ്പോട്ട് ചെയ്യുകയും അയാളെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും പട്ടാളക്കാർ ഇന്ത്യയെ തൂക്കിക്കൊല്ലാനായി ഒരുങ്ങുകയാണ്. ഇതേ സമയം ആരും കാണാതെ ഇന്ത്യ തന്റെ കയ്യിലെ കെട്ടറുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അമേരിക്കൻ പട്ടാളം നാസി പട്ടാളത്തെ ആക്രമിക്കുകയും അവരിടുന്ന ഒരു ബോംബ് ആ ബിൽഡിങ്ങിൽ വന്ന് വീണ് പൊട്ടുകയും ചെയ്യും. അപ്പോൾ തന്നെ ഇന്ത്യ തന്റെ കഴുത്തിലെ കെട്ടഴിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. അവിടെ നിന്ന് മോഷ്ടിച്ച വിലപിടിപ്പുള്ള വസ്തുക്കളുമായി ബെർലിനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ആർമി ജനറൽ. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യയുടെ ഫ്രണ്ട് ഷായെ നാസി പട്ടാളക്കാർ പിടിച്ചിരുന്നു. ഇവനെയും കൂടി ട്രെയിനിലേക്ക് കയറ്റിക്കൊള്ളാൻ ആർമി ജനറൽ അവരോട് പറയും. ട്രെയിനിൽ കയറ്റിയ ശേഷം ആർമി ജനറൽ ഷായെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു ബൈക്കിൽ വരികയായിരുന്ന ഇന്ത്യ ട്രെയിനിൽ ചാടി കയറി ഒരു പട്ടാളക്കാരനെ അടിച്ചു വീഴ്ത്തിയ ശേഷം ട്രെയിനിന്റെ മുകളിലേക്ക് കയറി. അപ്പോഴേക്കും ആർമി ജനറൽ ഒരുപാടധികം ഷായെ ഉപദ്രവിച്ചിരുന്നു. ഞാൻ ഓക്സ്ഫോർഡിലെ ഒരു പ്രൊഫസറാണെന്നും എന്നെ കൊല്ലരുത് എന്ന് ഷാ കരഞ്ഞു പറയുമെങ്കിലും ഷായെ കൊല്ലാനായി ആർമി ജനറൽ തോക്കെടുക്കുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയ ആ കത്തി ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷേ കുഴപ്പമില്ല, അതിനേക്കാളും വിലപിടിപ്പുള്ള ആർക്കിമിഡീസിന്റെ ആന്റിക്കറ്റീരിയ ഡയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ജനറലിനോട് പറയും. ഡോക്ടർ സ്മിത്ത് ആ ഡയൽ എടുത്ത് ജനറലിന് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വന്ന് ഏതോ ഒരുത്തൻ ട്രെയിനിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ ട്രെയിനിൽ കയറിയ ഇന്ത്യ ഒരു നാസി പട്ടാളക്കാരന്റെ വേഷത്തിൽ ആ വിലപിടിപ്പുള്ള ബോക്സ് വെച്ചിട്ടുള്ള ബോഗിയിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് പട്ടാളക്കാർ മദ്യവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ത്യയെ കണ്ട് മേജർ ആണെന്ന് വിചാരിച്ച് സോറി സാർ എന്ന് പറയും. ഇന്ത്യ അവിടെ ഇരിക്കുന്ന ബോക്സ് എടുത്തുകൊണ്ട് തിരിയുമ്പോഴാണ് ഇന്ത്യയുടെ യൂണിഫോമിലെ ബ്ലഡ് കാണുന്നതും ഇന്ത്യയെ പിടിക്കാനായി വരികയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇന്ത്യ അവരെ അടിച്ചിട്ട ശേഷം അടുത്ത ബോഗിയിലേക്ക് പോകും. അവിടെ എത്തി ആ കത്തി പരിശോധിക്കുമ്പോഴാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇന്ത്യക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യ ഉടനെ തന്നെ ഷായുള്ള ബോഗിയിലെത്തി ഷായെ രക്ഷിക്കുമ്പോഴേക്കും ആർമി ജനറലും പട്ടാളക്കാരും ഇന്ത്യയെ പിടിക്കാനായി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അടുത്ത ബോഗിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആന്റിക്കറ്റീരിയയും പിടിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം അവിടെ ഇരുന്ന ആന്റിക്കറ്റീരിയ ഷാ എടുത്ത ശേഷം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണെന്ന് പറയും. എന്നിട്ട് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. നേരെ ട്രെയിനിന്റെ മുകളിലേക്കാണ് അവർ വരുന്നത്. അപ്പോഴേക്കും അവരെ പിന്തുടർന്ന് ആർമി ജനറലും അങ്ങോട്ടേക്ക് വരും. ജനറൽ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ജനറലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗണ്ണെടുത്ത് ഷാ ജനറലിനെ വെടിവെക്കും. ഇതേ സമയം ഇന്ത്യ അയാളെ ചവിട്ടി താഴേക്കിടും. എന്നാൽ ഒരു ഗണ്ണും എടുത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് മര്യാദയ്ക്ക് ആന്റിക്കറ്റീരിയ തന്നില്ലെങ്കിൽ രണ്ടിനെയും കൊല്ലുമെന്ന് പറയും. ഒരു നിവർത്തിയുമില്ലാതെ ഇന്ത്യ ആന്റിക്കറ്റീരിയ ഡോക്ടർക്ക് എറിഞ്ഞു കൊടുക്കും. എന്നാൽ ഒരു കമ്പിയിൽ തട്ടി ഡോക്ടർ ട്രെയിനിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പോഴേക്കും റെയിൽ പാളം ബ്ലാസ്റ്റ് ആയിരുന്നു. ഇന്ത്യയും ഷായും അടുത്തുള്ള റിവറിലേക്ക് എടുത്ത് ചാടും. അവിടെ നിന്ന് കയറിയ ശേഷം ഷാ ഇന്ത്യയോട് പറയും ആകപ്പാടെ കിട്ടിയ ആന്റിക്കറ്റീരിയയും പോയി എന്ന്. എന്നാൽ അതെങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ആന്റിക്കറ്റീരിയ എടുത്ത് ഷാക്കി കൊടുക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ത്യക്ക് ഇപ്പോൾ ഒരുപാടധികം വയസ്സായിരിക്കുന്നു. ഇന്ത്യ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. യൂണിവേഴ്സിറ്റിയിലെത്തിയ ഇന്ത്യ തന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ ഹിസ്റ്ററി ക്ലാസ്സിന് കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മാത്രം ഇന്ത്യ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസമായിരുന്നു നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയ ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് വന്നത്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് കുട്ടികളെ കാണിക്കാനായി ടീച്ചേഴ്സ് ഇന്ത്യയുടെ ക്ലാസ്സിലേക്ക് കയറി വന്നു. എന്നാൽ ക്ലാസ് കഴിഞ്ഞു വരുന്ന ഇന്ത്യയും കത്ത് അദ്ദേഹത്തിന്റെ കൊളീഗ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇന്ത്യയുടെ കോളേജിലെ അവസാനത്തെ ദിവസമായിരുന്നു അന്ന്. ഇന്ത്യ റിട്ടയർഡ് ആവുകയാണ്. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ത്യ നേരെ പോയത് അടുത്തുള്ള ബാറിലേക്കാണ്. ഇന്ത്യയുടെ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് എന്നെ മനസ്സിലായോ എന്ന് ഇന്ത്യയോട് ചോദിക്കുമ്പോൾ ഇല്ല, ഓർമ്മയില്ല എന്ന് പറയും. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ഷായുടെ മകളാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വളരെയധികം സന്തോഷമാകും. എന്നാൽ ഇതേ സമയം അമേരിക്കയിലെ മറ്റൊരിടത്ത് നീൽ ആംസ്ട്രോങ്ങിനെയും കൊണ്ട് സ്പേസിലേക്ക് കൊണ്ടുപോയ റോക്കറ്റ് ഉണ്ടാക്കിയ സയന്റിസ്റ്റിന് ഫുഡുമായി ഒരാൾ വരികയാണ്. എന്നാൽ ആ സയന്റിസ്റ്റ് പഴയ നാസി ഡോക്ടർ സ്മിത്ത് ആയിരുന്നു. ജർമ്മനി വേൾഡ് വാറിൽ തോറ്റ ശേഷം ഡോക്ടർ അമേരിക്കയിലേക്ക് കുടിയേറിയതാണ്. എന്നാൽ അപ്പോഴേക്കും ഡോക്ടറിന്റെ ശിങ്കിടിക്ക് ഷായുടെ മകൾ ഹെലന ഷായെ കണ്ടെത്തിയെന്നും പറഞ്ഞൊരു കോൾ വരും. എന്നാൽ റെസ്റ്റോറന്റിൽ ഇന്ത്യയോടൊപ്പം ഇരിക്കുന്ന ഹെലന കുട്ടിക്കാലത്ത് ഇന്ത്യയോടൊപ്പം എടുത്ത ഫോട്ടോസ് ഒക്കെ ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കും. നീ ഇപ്പോൾ എന്തു ചെയ്യുകയാണ് എന്ന് ഇന്ത്യ അവളോട് ചോദിക്കുമ്പോൾ ആർക്കിമിഡീസിന്റെ ആന്റിക്കറ്റീരിയെ കുറിച്ച് ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുക. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ ആന്റിക്കറ്റീരിയ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു, പക്ഷേ അത് കണ്ടെത്താനുള്ള മാപ്പൊക്കെ എന്റെ കയ്യിൽ റെഡിയാണ്. അത് കിട്ടുമായിരുന്നെങ്കിൽ എന്റെ ഡോക്ടറേറ്റിന് ഒരുപാട് ഉപകാരമായേനെ. ഇന്ത്യ ഹെലനെയും വിളിച്ചുകൊണ്ട് തന്റെ ഓഫീസിലെ സ്റ്റോർ റൂമിലേക്ക് എത്തിയ ശേഷം താൻ ഇത്രയും കാലം ആരെയും അറിയിക്കാതെ സൂക്ഷിച്ചിരുന്ന ആന്റിക്കറ്റീരിയ ഹെലന് കൊടുക്കും. എന്നാൽ ഇന്ത്യയുടെ ഓഫീസിന്റെ അടുത്ത് പരിചയമില്ലാത്ത കുറച്ചു പേർ നിൽക്കുന്നത് കണ്ട് ഒരു ലേഡി അങ്ങോട്ടേക്ക് വരും. എന്നാൽ അവരുടെ കയ്യിലെ ഗണ്ണ് കാണുമ്പോൾ അവർ അവിടെ നിന്ന് പേടിച്ചോടും. എന്നാൽ അവർ ആ ലേഡിയെ വെടിവെക്കും. അപ്പോഴേക്കും ഒരാൾ അങ്ങോട്ടേക്ക് ഓടി വരും. അയാളെയും
അവർ വെടിവെച്ച് കൊല്ലും. എന്നാൽ ഹെലന ആന്റിക്കറ്റീരിയെ അന്വേഷിച്ച് തന്റെ അടുത്ത് വന്നത് പഠിക്കാൻ വേണ്ടിയല്ല എന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി ഇന്ത്യ. നിനക്ക് എന്തിനാണ് ഈ ആന്റിക്കറ്റീരിയ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അയച്ച ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നു മര്യാദയ്ക്ക് ആന്റിക്കറ്റീരിയ തരാൻ പറയും. എന്നാൽ ഹെലന ആ ആന്റിക്കറ്റീരിയം എടുത്ത് ഓടും. ഇന്ത്യ അവിടെയുള്ള ഷെൽഫെല്ലാം തള്ളിയിട്ട് അവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് തന്റെ കൊളീഗ്സിനെ അവർ കൊന്നു എന്ന് ഇന്ത്യക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യ ഉടനെ തന്നെ പോലീസിനെ വിളിക്കുമെങ്കിലും അപ്പോഴേക്കും അവന്മാർ അവിടെ എത്തി ഇന്ത്യയെ പിടിക്കും. ഇന്ത്യയും തട്ടിക്കൊണ്ട് അവിടെ നിന്ന് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാനായി ഒരുങ്ങുമ്പോൾ അന്ന് അമേരിക്കയിൽ മൂണിൽ നിന്നും ആസ്ട്രോനോട്ട് തിരികെ വന്നതിന്റെ സെലിബ്രേഷൻ നടക്കുന്നതിനാൽ റോഡെല്ലാം ബ്ലോക്ക് ആയിരുന്നു. അവർ ഇന്ത്യയും പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവരിൽ ഒരുത്തനെ അടിച്ചു വീഴ്ത്തിയ ശേഷം ഷോക്ക് കൊണ്ടുവന്ന കുതിരയും എടുത്ത് ഇന്ത്യ അവിടെ നിന്ന് പോകും. എന്നാൽ ഇന്ത്യയെ ഫോളോ ചെയ്ത് ആ കൊള്ളക്കാരന്മാർ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ അവിടെ നിന്ന് നേരെ ചെന്ന് പെടുന്നത് ഒരു ട്രെയിനിന്റെ മുന്നിലാണ്. തലനാരിഴയ്ക്ക് ട്രെയിൻ തട്ടാതെ ഇന്ത്യ രക്ഷപ്പെടും. അപ്പോഴാണ് കോളേജിൽ നടന്ന 2 മർഡറും തന്റെ പേരിലാണ് വന്നിരിക്കുന്നതെന്ന ന്യൂസ് ഇന്ത്യ കാണുന്നത്. അപ്പോൾ തന്നെ ഇന്ത്യയുടെ ഫ്രണ്ട് സല അവിടെ എത്തി ഇന്ത്യയെ രക്ഷിച്ച ശേഷം പറയും, ഹെലന വളരെ ബ്രില്യന്റ് ആയ ഒരു കുട്ടിയായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പ് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ മൊറോക്കോയിൽ നിന്ന് ഒരുത്തൻ ക്യാഷ് അടച്ചാണ് അവളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ പണം തിരികെ അടയ്ക്കാൻ മൊറോക്കോയിലെ അറ്റ്ലാന്റ ഹോട്ടലിൽ ഇല്ലീഗലായി നടക്കുന്ന ഓപ്ഷനിൽ കൊടുക്കാൻ വേണ്ടിയാണ് ആന്റിക്കറ്റീരിയ അവൾ തട്ടിക്കൊണ്ടു പോയതെന്ന് പറയും. ഇന്ത്യ ഉടനെ തന്നെ ഹെലനെ പിടിക്കാനായി മൊറോക്കോയിലേക്ക് ഫ്ലൈറ്റ് കയറും. അങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇന്ത്യ തന്റെ ഫ്രണ്ടായ ഷായെ പറ്റി ഓർക്കുന്നത്. ആന്റിക്കറ്റീരിയ വെച്ച് ടൈമിനെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയ ആർക്കിമിഡീസ് ഇതിനെ 2 പീസാക്കിയതെന്ന് പറഞ്ഞു. ഷാ ഒരിക്കൽ ആന്റിക്കറ്റീരിയ അടിച്ചു പൊട്ടിക്കാൻ പോയപ്പോൾ ഇന്ത്യയാണ് തടഞ്ഞത്. അങ്ങനെയാണ് ഷാ ആന്റിക്കറ്റീരിയ ഇന്ത്യക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴും ഇത് വളരെയധികം ഡേഞ്ചറസ് ആണ്, നീ ഇത് നശിപ്പിച്ചു കളയണമെന്ന് ഷാ ഇന്ത്യയോട് പറയും. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇന്ത്യ അവസാനമായി കുഞ്ഞായിരുന്ന ഹെലനയെ കാണുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇന്ത്യ ഹോട്ടലിലെത്തും. അപ്പോഴേക്കും ഹെലന അത് ഓപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ ഹോളിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ ഹെലനയുടെ ഫ്രണ്ടായ ബേസിൽ എന്ന പയ്യൻ ഇന്ത്യയെ തടയും. എന്നാലും ഇന്ത്യ ബലമായി ആ റൂമിലേക്ക് ചെന്ന് ഇത് എന്റെയാണ്, ഇത് ഇവിടെ ഓപ്ഷന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തർക്കമാകും. എന്നാൽ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരും. ഡോക്ടറിനെ കണ്ട ഇന്ത്യ, നീ ആ പഴയ നാസിയല്ലേ, ഇപ്പോഴും നീ ഇത് അന്വേഷിച്ച് നടക്കുകയാണോ എന്ന് ചോദിക്കും. എന്നാൽ ഡോക്ടറും കൂട്ടരും അവിടെയുള്ള എല്ലാവരെയും ഗണ്ണ് കാട്ടി പേടിപ്പിച്ച് ആന്റിക്കറ്റീരിയയും അതിനെപ്പറ്റി ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ബുക്സും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നാൽ അപ്പോഴേക്കും ഹെലനയും ഇന്ത്യയും ഹെലനയുടെ ഫ്രണ്ട് ബേസിലും കൂടി ഒരു ഓട്ടയെടുത്ത് ഡോക്ടറിന്റെ പിന്നാലെ വിടും. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഡോക്ടറിനെ അവർ കാണുമെങ്കിലും ഡോക്ടർ ഇന്ത്യയും ഹെലനയും കണ്ണു വെട്ടിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോകും. അവർ ഫ്ലൈറ്റിൽ പോകുന്നത് നോക്കിയിരുന്ന ഇന്ത്യ പറയും, നിന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന നോട്ട്സ് ഇപ്പോൾ അവന്റെ കയ്യിലാണ്, അവൻ ആ ആന്റിക്കറ്റീരിയയുടെ അടുത്ത പാർട്ട് എടുക്കാനാണ് പോകുന്നതെന്ന് പറയും. എന്നാൽ ആ ആന്റിക്കറ്റീരിയെ കുറിച്ചുള്ള അടുത്ത സൂചനയുള്ളത് ഏതൻസിലെ കടലിലാണ്. അവിടെ കടലിൽ മുങ്ങിപ്പോയ ഒരു പഴയ കപ്പലിലാണ് അതിനെപ്പറ്റി സൂചനയുള്ളതെന്ന് ഹെലന പറയും. എന്നാൽ ഏതൻസിൽ തനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ നമ്മളെ സഹായിക്കുമെന്ന് ഇന്ത്യ അവരോട് പറയും. അങ്ങനെ അവർ ഏതൻസിലേക്ക് പോകും. അങ്ങനെ ഏതൻസിലെത്തി അവർ അന്ന് രാത്രി തന്നെ ആന്റിക്കറ്റീരിയെ കുറിച്ചുള്ള സൂചന എടുക്കാനായി പോകും. എന്നാൽ അപ്പോഴേക്കും ഹെലന ഒരു മാപ്പൊക്കെ വരച്ച ശേഷം പറയും, ആ തകർന്ന കപ്പൽ കടലിന്റെ വളരെ അടിത്തട്ടിലാണ്, നമ്മൾ അത് കണ്ടെത്താൻ കുറച്ച് കഷ്ടപ്പെടുമെന്ന് ഹെലന പറയും. എന്നാൽ അപ്പോൾ ഇന്ത്യ പറയും, ആന്റിക്കറ്റീരിയുടെ 2 ഭാഗവും ചേർത്ത് വെച്ചാൽ നമുക്ക് ടൈം വരെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹെലന പറയും, അതൊക്കെ വെറും മിത്താണ്, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഇന്ത്യ അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. എന്നാൽ തൊട്ടടുത്ത രാവിലെ 2ാമത്തെ ആന്റിക്കറ്റീരിയെ കുറിച്ച് സൂചന തരുന്ന കപ്പൽ മുങ്ങിപ്പോയ സ്ഥലത്തേക്ക് അവരെത്തും. ഡൈവിംഗ് ഡ്രസ്സൊക്കെ ധരിച്ച് ഹെലനയും ഇന്ത്യയും ഇന്ത്യയുടെ ഫ്രണ്ടും കടലിലേക്ക് ഇറങ്ങാനായി റെഡിയാവും. അപ്പോഴേക്കും ഹെലന ഇന്ത്യക്ക് കുറച്ച് മദ്യം കൊടുക്കും. അങ്ങനെ അവർ 3 പേരും കടലിലേക്ക് എടുത്ത് ചാടും. കടലിലെ അടിത്തട്ടിലേക്ക് പോയാലും ആ കപ്പൽ കണ്ടെത്താനാകില്ല. ഒടുവിൽ അവർ ആ കപ്പൽ കണ്ടെത്തും. കപ്പലിനുള്ളിലെ അസ്ഥിക്കൂടത്തിന്റെ ഇടയിൽ നിന്നും അവർക്ക് ആ ബോക്സ് കിട്ടും. അവർ അതും എടുത്ത് മുകളിലേക്ക് കയറി വരും. എന്നാൽ അപ്പോഴേക്കും മറ്റൊരു ബോട്ട് കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവർ മുകളിലേക്ക് കയറി വരുമ്പോൾ ആ ഡോക്ടറിന്റെ ഗുണ്ടകൾ ഗണ്ണുമായി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരും. ഇന്ത്യയുടെ കയ്യിൽ നിന്നും കപ്പലിൽ നിന്ന് കിട്ടിയ ബോക്സ് അയാൾ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത ശേഷം ആ സ്ലാബിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിക്കാൻ അയാൾക്ക് കഴിയില്ല. എന്നിട്ട് ഇന്ത്യയോട് വായിച്ചു തരാൻ പറയുന്നു. എന്നാൽ ഇന്ത്യക്ക് ആ ഭാഷ അറിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫ്രണ്ട് ഡോക്ടർ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം ഇന്ത്യ അവർ ഉപദ്രവിക്കും. അപ്പോഴേക്കും ഹെലന അങ്ങോട്ടേക്ക് വന്ന്, ഞാൻ പറഞ്ഞു തരാം, എനിക്കത് വായിക്കാൻ അറിയാമെന്ന് പറയും. എന്നാൽ എനിക്ക് $10,000 തരണമെന്ന് പറയും. എന്നാൽ ഡോക്ടർ അപ്പോഴേക്കും കുറെ അധികം വജ്രങ്ങൾ കൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് നീ പറഞ്ഞതിനേക്കാളും ഒരുപാട് അധികമുണ്ട് എന്ന് പറയും. അങ്ങനെ ഹെലന അത് വായിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് ആരും കാണാതെ ചിരിച്ചുകൊണ്ട് ബോട്ടിൽ നിന്നൊരു പടക്കവും അവിടെ നിൽക്കുന്നവന്റെ സിഗരറ്റും വാങ്ങിക്കും. അതിനുശേഷം ആ സ്ഥലം അലക്സാണ്ട്രിയാണെന്ന് അവരോട് പറയും. അപ്പോൾ ഇന്ത്യയും അവളെ ആ പടക്കം കത്തിക്കാനായി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവൾ ആ പടക്കം ഡോക്ടറിന്റെ അടുത്തേക്ക് എറിയും. എന്നിട്ട് ഡോക്ടറിന്റെ ബോട്ടും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും. നമ്മൾ ആ മണ്ടന്മാരെ പറ്റിച്ച് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ഹെലന ചിരിക്കാൻ തുടങ്ങും. ഇന്ത്യ ഡോക്ടറിന്റെയും ടീമിന്റെയും കയ്യിൽ നിന്ന് ആന്റിക്കറ്റീരിയെ കുറിച്ചുള്ള ക്ലൂവും എടുത്തുകൊണ്ടാണ് ബോട്ടിലേക്ക് കയറിയത്. ആ സ്ലാബിന്റെ വെയിറ്റ് ഡൗട്ട് തോന്നിയ ഇന്ത്യ അതൊന്ന് തീ കത്തിച്ചു നോക്കും. അപ്പോഴാണ് അതിനുള്ളിൽ ഒരു ഗോൾഡ് പ്ലേറ്റ് കാണുന്നത്. കേവ് ഓഫ് സിസിലിയിലാണ് 2ാമത്തെ ആന്റിക്കറ്റീരിയ ഉള്ളതെന്നായിരുന്നു അതിലെ ക്ലൂ. അവർ ഉടനെ തന്നെ കേവ് ഓഫ് സിസിലിയിലേക്ക് പോകും. എന്നാൽ ഇതെല്ലാം ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കേവ് ഓഫ് സിസിലിയുള്ള സ്ഥലത്തേക്ക് ഹെലനയും ഇന്ത്യയും ഹെലനയുടെ ഫ്രണ്ട് ബേസിനും എത്തും. എന്നാൽ ഇന്ത്യയും ഹെലനയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഐസ്ക്രീമും കഴിച്ചുകൊണ്ട്
ബേസിൻ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങുമ്പോൾ ഡോക്ടറിന്റെ മുമ്പിൽ ചെന്നപ്പെടും. ഡോക്ടറും ടീമും അവനെ തട്ടിക്കൊണ്ടുപോകും. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യ അവിടെ എത്തിയെങ്കിലും ഇന്ത്യക്ക് രക്ഷിക്കാനായില്ല. ബേസിനോട് ചോദിച്ച് എവിടെയാണ് രണ്ടാമത്തെ ആന്റിക്കുറ്റി എന്ന് അവർ തീർച്ചയായും അറിയും. അതിനു മുന്നേ നമുക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു കാറും എടുത്ത് അവർ നേരെ അങ്ങോട്ടേക്ക് പോകും. ഡോക്ടർ എത്തുന്ന മുമ്പ് കേവിലെത്തിയ ഇന്ത്യയും ഹെലനയും കേവ്സിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. എന്നാൽ അത് വളരെയധികം പാടായിരുന്നു അതിന്റെ ഉള്ളിലേക്ക് കയറുക എന്നത്. എന്നാൽ അപ്പോഴേക്കും ഡോക്ടറും ടീമും അവിടെ എത്തിയിരുന്നു. എന്നാൽ കേവ്സിൽ എത്തിയപ്പോൾ ഡോക്ടറിന്റെയും ടീമിന്റെയും കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോയ ബേസിനെ അവരിൽ ഒരുത്തൻ പിടിച്ചുകൊണ്ടുവന്ന് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയവന്റെ കയ്യിൽ ലോക്ക് ചെയ്ത് കൊടുത്തു. എന്നാൽ കൈ ലോക്ക് ചെയ്തപ്പോൾ അവന്റെ കയ്യിലെ ചാവി വാങ്ങി വായിലിട്ട് ബേസിന് അടുത്തുള്ള വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അപ്പോൾ ഡോക്ടർ പറയും എന്തായാലും അവർ രണ്ടുപേരും മരിക്കും, നമ്മൾ ഇവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന്. എന്നാൽ വെള്ളത്തിൽ കൂടി ഒഴുകി പോകുന്നതിനിടയ്ക്ക് ബേസിൻ തന്റെ കയ്യിലെ ലോക്ക് ഊരിയ ശേഷം വെള്ളത്തിനടിയിലുണ്ടായിരുന്ന ഒരു കമ്പിയിൽ ആ തടിയന്റെ കൈ ലോക്ക് ചെയ്ത ശേഷം അവൻ അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യയും ഹെലനും ആ ആന്റിക്വറ്റീരിയ ഉള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ശവകുടീരമാണ് കണ്ടത്. അവർ അത് മാറ്റി നോക്കിയപ്പോൾ ഒരു അസ്ഥികൂടം ആന്റിക്വറ്റീരിയയും പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അത് ആർക്കിമിഡീസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ത്യ ആന്റിക്വറ്റീരിയ അതിന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോഴാണ് ആ ശവക്കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഫീനിക്സ് പക്ഷികളുടെ ചിറകിൽ പ്രൊപ്പല്ലർ കാണുന്നത്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രൊപ്പല്ലർ ഉണ്ടാവുക എന്ന് ഹെലൻ ഇന്ത്യയോട് ചോദിക്കും. ഇന്ത്യ ആർക്കിമിഡീസിന്റെ കയ്യിൽ നോക്കുമ്പോൾ വാച്ചും കെട്ടിയിട്ടുണ്ട്. വാച്ചും ആർക്കിമിഡീസിന്റെ കാലത്ത് ഇല്ലായിരുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടിയ ഹെലന ഇന്ത്യയോട് പറയും തീർച്ചയായും ആർക്കിമിഡീസ് ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിന്റെ അച്ഛന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം സത്യമാണ് എന്ന് ഇന്ത്യ അവളോട് പറയും. ഇതെല്ലാം മനസ്സിലാക്കി രണ്ടുപേരും ആ ഞെട്ടലിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ കണ്ടെത്തിയതെല്ലാം ശരിയാണ്, ഇതുകൊണ്ട് തീർച്ചയായും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും, മര്യാദയ്ക്ക് ഇതിങ്ങ് തന്നേക്കാൻ പറഞ്ഞ് ഹെലനയുടെ നേരെ ഗണ്ണെടുത്ത് ചൂണ്ടി. അപ്പോൾ തന്നെ ഇന്ത്യ ആന്റിക്വറ്റീരിയ അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതേ സമയം ബേസിൻ ആരും കാണാതെ അവിടെ എത്തിയിരുന്നു. ഡോക്ടർ തന്റെ കയ്യിലുണ്ടായിരുന്ന ആന്റിക്വറ്റീരിയയും അവിടെ നിന്ന് കിട്ടിയ ആന്റിക്വറ്റീരിയയും കൂടി യോജിച്ച സമയത്ത് ബേസിൻ താഴേക്ക് ചാടി ഡോക്ടറിന്റെ തോക്ക് തട്ടിക്കളയും. ഇന്ത്യ ഗണ്ണെടുത്ത ശേഷം ബേസിനോടും ഹെലനയോടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. എന്നാൽ അപ്പോഴേക്കും ഡോക്ടർ ഇന്ത്യയുടെ തോളിലേക്ക് വെടിവെക്കും. ഇന്ത്യയും കൊണ്ട് അവർ നേരെ വന്നത് ഒരു എയർപോർട്ടിലാണ്. അവിടെ എത്തിയ ശേഷം ഡോക്ടർ പഴയ ആ ജർമ്മൻ നാസിയുടെ യൂണിഫോം എടുത്തിട്ടു ഇന്ത്യയും കൊണ്ട് ഫ്ലൈറ്റിലേക്ക് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹെലനയും ബേസിനും അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ചെറിയ ഫ്ലൈറ്റ് കിടക്കുന്നത് ബേസിൻ കാണുന്നത്. അവൻ ആരും കാണാതെ ഉടനെ പോയി ആ ഫ്ലൈറ്റ് സ്റ്റാർട്ടാക്കും. അതിനുശേഷം ഡോക്ടർ ഇന്ത്യയും കൊണ്ട് പോകുന്ന ഫ്ലൈറ്റിന് പിന്നാലെ പോകും. അപ്പോഴേക്കും അവിടെ നിന്ന് കിട്ടിയ ഒരു ബൈക്കും എടുത്ത് ഹെലന ഇന്ത്യയും കൊണ്ട് ഡോക്ടർ പോകുന്ന ഫ്ലൈറ്റിന്റെ ടയറിനുള്ളിലേക്ക് ചാടി കയറി ഫ്ലൈറ്റിനുള്ളിൽ ആരും കാണാതെ കയറും. തൊട്ടു പിറകെ തന്നെ ബേസിനും ഒരു ഫ്ലൈറ്റും എടുത്ത് അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഡോക്ടർ ആന്റിക്വറ്റീരിയ സെറ്റ് ചെയ്ത് ടൈം ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ആർക്കിമിഡീസിന് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിനെ കുറിച്ച് അറിയില്ല. സമയത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ 2000 വർഷം പിറകിലേക്കായിരിക്കും നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നതെന്ന്. അപ്പോഴേക്കും ടൈം ട്രാവൽ വിൻഡോ ഓപ്പൺ ആയി അവർ എല്ലാവരും ടൈം ട്രാവൽ ചെയ്ത് പിറകിലോട്ട് പോകുമ്പോൾ ഡോക്ടർ പറയും ഞാൻ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലേക്കാണ് ടൈം ട്രാവൽ ചെയ്തത്, അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ജർമ്മനി തന്നെ ജയിക്കുമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും പുറത്തേക്ക് നോക്കുന്ന ഇന്ത്യക്ക് മനസ്സിലാവും 2000 വർഷങ്ങൾ ട്രാവൽ ചെയ്ത് റോമ സാമ്രാജ്യത്തിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് അവർ എത്തിയിരിക്കുന്നതെന്ന്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആർക്കിമിഡീസ് ആന്റിക്വറ്റീരിയ ഉണ്ടാക്കാനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഡോക്ടറും പോകുന്ന ഫ്ലൈറ്റ് കണ്ടിട്ട് അവർ വിചാരിക്കും അത് ഡ്രാഗൺസ് ആണെന്ന്. അവർ ഫ്ലൈറ്റിന് നേരെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങും. താൻ ചെയ്ത ആന മണ്ടത്തരം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ഡോക്ടർ. എന്നാൽ അപ്പോഴേക്കും ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഹെലനയെ ഒരുത്തൻ പിടിച്ച് താഴേക്ക് ഇടാൻ നോക്കുമ്പോൾ ഇന്ത്യ അവനെ വെടിവെച്ച ശേഷം ഫ്ലൈറ്റിലുണ്ടായിരുന്ന പാരച്യൂട്ടും എടുത്ത് അവർ രണ്ടുപേരും താഴേക്ക് ചാടും. എന്നാൽ ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോയ ഡോക്ടറും ടീമും ഫ്ലൈറ്റ് ക്രാഷായി മരിക്കും. ഇതെന്താണ് സംഭവമെന്ന് അറിയാതെ അങ്ങോട്ടേക്ക് ഓടി വരുന്ന ആർക്കിമിഡീസിന് ഡോക്ടറുടെ ഡെഡ് ബോഡിയിലെ വാച്ച് കിട്ടും. ആർക്കിമിഡീസ് അതെടുത്ത് കയ്യിലേക്ക് കിട്ടും. അപ്പോഴേക്കും ആർക്കിമിഡീസിന്റെ ശിഷ്യൻ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ആന്റിക്വറ്റീരിയം എടുത്ത് ആർക്കിമിഡീസിന്റെ അടുത്തേക്ക് വരും. ആർക്കിമിഡീസ് അത് കണ്ട് ഞെട്ടും. കാരണം ആർക്കിമിഡീസ് ഇതുവരെ ആന്റിക്വറ്റീരിയയുടെ പണി പൂർത്തിയാക്കിയില്ലായിരുന്നു. അപ്പോഴേക്കും താഴെ എത്തിയ ഹെലൻ ബേസിൻ അങ്ങോട്ട് ഫ്ലൈറ്റിൽ വരുന്നത് കണ്ട് ഇന്ത്യ വിളിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് ആ ടൈം വിൻഡോ ക്ലോസ് ആവുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ചുറ്റും നോക്കിയ ശേഷം ഇന്ത്യ അവളോട് പറയും നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം പഠിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ നടക്കുന്നതെന്ന്. അപ്പോഴേക്കും ആർക്കിമിഡീസ് അങ്ങോട്ടേക്ക് വരും. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ ആന്റിക്വറ്റീരിയ കിട്ടിയതെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ത്യ ഹെലനയോട് പറയും നീ തിരിച്ചു പൊയ്ക്കുള്ളൂ, എനിക്ക് നാട്ടിൽ ചെന്നിട്ട് ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാമെന്ന്. ആർക്കിമിഡീസും ഇന്ത്യയോട് അവിടെ നിൽക്കാൻ പറയും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹെലന ഇന്ത്യയുടെ മുഖത്തൊരു ഇടി കൊടുത്ത് ബോധം കെടുത്തി അവിടെ നിന്ന് തിരിച്ച് പ്രസന്റിലേക്ക് കൊണ്ടുവരും. ബോധം വരുമ്പോൾ ഇന്ത്യ ഉള്ളത് ഇന്ത്യയുടെ വീട്ടിലാണ്. അപ്പോഴേക്കും ഹെലന അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ തിരുത്താൻ നോക്കിയത് ചരിത്രമാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ ആരുമില്ല എന്നല്ലേ പറഞ്ഞത്, ദാ നോക്ക് നിങ്ങളുടെ പിണങ്ങിപ്പോയ വൈഫിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഇന്ത്യയുടെ വൈഫ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരും. അവർ പരസ്പരം അടുത്ത് വന്ന് കിസ് ചെയ്യുന്ന സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.